ഓർ ബ്രേക്ക് ഡൗൺ കിട്ടുമ്പോഴത്തേക്ക് നല്ലൊരു ട്രേഡ് കിട്ടാൻ ചാൻസസ് കൂടുതലുണ്ടാവും. സോ നമ്മളത് മനസ്സിലാക്കി എടുക്കുക. വെറുതെ ചുമ്മാ മറ്റാൾ ലെവൽ തന്നു, ട്രേഡ് തന്നു, ചുമ്മാ അങ്ങനെ ചെയ്യുക, അതൊക്കെ വെറും മണ്ടത്തരാണ് ഞാൻ പറയുള്ളൂ. കാരണം നമ്മൾ ലേൺ ചെയ്തിട്ട് ചെയ്തിട്ടാണ് കുറച്ചുകൂടി ബെറ്റർ, കുറച്ചുകൂടി കോൺഫിഡൻസ് ഉണ്ടാവുള്ളൂ. ഇൻ ഫ്യൂച്ചർ നമുക്കത് ട്രേഡ് തന്നെ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ. സോ പിന്നെ ട്രയാങ്കിൾ വരച്ച് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു നമ്മുടെ ഈ ഗ്രീൻ ക്യാൻഡിൽ ഫോം ആയപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു, ഇവിടെ ഒരു ഗ്രീൻ ക്യാൻഡിൽ, ഇത് ഒരു ഹാമർ, ഇത് ഫോം ആവാറായി. ആ സമയത്ത് ഞാൻ പറഞ്ഞേ നമ്മുടെ ഈ ലെവൽ 24,750 ദിസ് ടൈം ഈ പ്രൈം ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ, സപ്പോർട്ട് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ അത് വീക്കായിരിക്കും. ദെൻ താഴത്തെ ലെവൽ, നമ്മുടെ താഴത്തെ സപ്പോർട്ട് ആ താഴത്തെ സപ്പോർട്ട് അവിടേക്ക് പോകും. റീസൺ എന്തായിരുന്നു ഇത് ബ്രേക്ക് ചെയ്യാനുള്ളത്? ഫസ്റ്റ് ടൈം സപ്പോർട്ട് എടുത്തു, സെക്കൻഡ് ടൈം വീണ്ടും ഈ റെഡ് കണ്ടിൽ ഇവിടെ കണ്ടോ സപ്പോർട്ട് എടുത്തു, തേർഡ് ടൈം വരുമ്പോഴത്തേക്ക്